നല്ല പക്കാ നീറ്റ് കണ്ടീഷൻ ആയിട്ടുള്ളൊരു ഇന്റീരിയർ ആണ് കേട്ടോ. നല്ല അടിപൊളി അലോയ്സും നമ്മുടെ ഫാമിലി യൂസിനൊക്കെ പറ്റിയിട്ടായിട്ടുള്ള ഒരു കുഞ്ഞു വണ്ടിയാണ്. ഹായ് എവരി വൺ, ഇറ്റ്സ് മീ റിച്ചസ് കൊച്ചിക്കാരി ചൈതി. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ പെരുമ്പാവൂർ കാസിൻ്റെ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് നമുക്ക് കുറച്ച് വണ്ടികൾ മാത്രമേ കാണിക്കാൻ പറ്റുള്ളൂ, കാരണം ഒറ്റയടിക്കാകുമ്പോൾ കുറച്ച് ലെങ്ത് ആയി പോകുമല്ലോ. അപ്പോൾ അതുകൊണ്ടിട്ട് നമ്മൾ പാർട്ട് ബൈ പാർട്ടായിട്ടാണ് ചെയ്തത്. അപ്പോൾ ഇത് പെരുമ്പാവൂർ കാസിൻ്റെ സെക്കൻഡ് പാർട്ടാണ് കേട്ടോ ഇത്. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ചധികം കൂടെ വണ്ടികൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നമുക്ക് വണ്ടിയുടെ ഡീറ്റെയിൽസിലേക്ക് പോകാം. അപ്പോൾ അതിനു മുമ്പായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആരെങ്കിലും തന്നെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഇനി ഞാൻ അപ്ലോഡ് ചെയ്യാൻ എല്ലാ വീഡിയോസും നിങ്ങൾക്കൊരു നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഗൈസ് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലും നമുക്ക് ഓരോ വണ്ടികളുടെ ഡീറ്റെയിൽസ് പറഞ്ഞു തരാനായിട്ട് നമ്മുടെ കൂടെ ഉള്ളത് നമ്മുടെ പെരുമ്പാവൂർ കാസിൻ്റെ ഓൾ ഇൻ ഓൾ ആയിട്ടുള്ള നമ്മുടെ വിഷ്ണു ചേട്ടനാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മൾ പരിചയപ്പെടുത്താൻ പോണത് നമ്മുടെ ഹോണ്ടയുടെ സിറ്റിയാണ്. ഒരുപാട് ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വണ്ടി തന്നെയാണ് നമ്മുടെ ഹോണ്ട സിറ്റി എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് പറയാമോ കേട്ടോ? ഇത് ഏത് മോഡലാണ്? ഇത് 2010 മോഡൽ ഹോണ്ട. സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഓക്കെ, എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട് വണ്ടി? 85,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഓക്കെ, പെട്രോൾ ആണ്. പെട്രോൾ ആണ് വണ്ടി. ഓക്കെ, 2010 മോഡൽ ഹോണ്ട സിറ്റി. എത്ര കിലോമീറ്റർ ആയിരുന്നു? 85,000 അല്ലേ? ഓക്കെ, ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടോ? ഓക്കെ, 2010 മോഡൽ ആയതുകൊണ്ട് നമുക്ക് ഇതിന് എങ്ങനെയാണ് നിങ്ങളുടെ പ്രൈസ് ഒന്ന് പറയാമോ? ചോദിക്കുന്ന വില 335 ചോദിക്കും. അപ്പൊ നമുക്ക് ഇനി ലോൺ കാര്യങ്ങളൊന്നും ഉണ്ടാവോ? ലോൺ ചെയ്യാം അല്ലേ? ഓക്കെ, 2010 വണ്ടി ആയതുകൊണ്ടാണ് ചോദിച്ചത്. എത്രയാണ് ചോദിക്കുന്നത്? 335 അല്ലേ? ഓക്കെ, ഇപ്പൊ 2010 മോഡൽ ഹോണ്ട സിറ്റി ആണിത്. ഇവിടെ ചോദിക്കുന്ന വില എന്ന് വെച്ച് കഴിഞ്ഞാൽ 3,35,000 ആണ്. ലോൺ കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ്. നമുക്ക് എന്തായാലും ഇതിന്റെ ഇന്റീരിയർ എങ്ങനെയാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ടയർ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ തന്നെ ഒരു 50-60% ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്റീരിയർ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ തന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയോട് കൂടിയിട്ടുള്ള ഒരു ഇന്റീരിയർ കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത്. ഒരു ക്രീം കളറ് സീറ്റാണ്. വലിയ പഴക്കോ 2010 മോഡൽ വണ്ടിയാണെങ്കിൽ അതിൻ്റെ ആ ഒരു പഴക്കോ കാര്യങ്ങളോ കാലപ്പഴക്കോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ഇന്റീരിയറിൽ നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. KL 17 രജിസ്ട്രേഷനാണ്. മൂവാറ്റുപുഴ വണ്ടിയാണിത്. അടുത്തത് ഞാൻ പരിചയപ്പെടുത്താൻ പോണത് നമ്മുടെ ഹുണ്ടായിയുടെ ഗ്രാൻഡ് ഐട്ടൺ ആണ്. ഒരു കുഞ്ഞു വണ്ടിയാണ്. ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് പറയാമോ? ഇത് 2016 മോഡല് സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഓക്കെ, 90,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഓക്കെ, പെട്രോൾ ആണോ ഡീസൽ ആണോ? പെട്രോൾ വേരിയന്റ് ആണ്. ഓക്കെ, കമ്പനി സർവീസ് ആണ്. ഫുള്ള് കമ്പനി സർവീസ് കാര്യങ്ങളൊക്കെയാണ് അല്ലേ ചെയ്തിരിക്കുന്നത്? ഓക്കെ, എത്രയാണ് നിങ്ങൾ ചോദിക്കുന്നത് വില? ചോദിക്കുന്നത് 3,50,000 ആണ്. ഓക്കെ, ലോൺ കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ്. ഓക്കെ, 75,000 ഡൗൺ പേയ്മെന്റിൽ നമുക്കിത് ഇറക്കാം. 75,000 ഡൗൺ പേയ്മെന്റ് അടച്ചു കഴിഞ്ഞാൽ വണ്ടി ഇറക്കാം അല്ലേ? ഓക്കെ, KL 33 രജിസ്ട്രേഷൻ വണ്ടിയാണ്. ചങ്ങനാശ്ശേരി വണ്ടിയാണ്. നമുക്ക് ഇതിൻ്റെ ഇൻറ്റീരിയർ ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചു തരാം. കാരണം ഞാൻ പറഞ്ഞല്ലോ കുറച്ച് കൺജസ്റ്റഡ് ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് കുറച്ചധികം വണ്ടികളുണ്ട്. അതുകൊണ്ടിട്ട് നമുക്ക് ഇൻറ്റീരിയർ കാണിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എന്തായാലും ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം നിങ്ങളെ. ഇൻറ്റീരിയർ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ തന്നെ വലിയ കുഴപ്പമില്ലാത്തൊരു ഇൻറ്റീരിയറാണ്. നല്ല നീറ്റ് ഇൻറ്റീരിയറാണ് കേട്ടോ. നല്ലൊരു സീറ്റ് കവർ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഒരു ബ്ലാക്ക് കളർ സീറ്റ് കവർ കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത്. ടയർ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ തന്നെ ബാക്കിലത്തെ ടയർ ഒരു 70% ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഫ്രണ്ട് നോക്കുകയാണെങ്കിൽ ഒരു 40% ഫ്രണ്ട് ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട്. അടുത്ത വണ്ടിയിലേക്ക് നമുക്ക് പോവാം. അടുത്തത് ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെ ടൊയോട്ടയുടെ എറ്റിയോസ് ആണ്. ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് പറയാമോ? 2018 ഓക്കെ, ഓപ്ഷൻ സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കും. ഓക്കെ, എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? 70,000 കിലോമീറ്റർ കമ്പനി സർവീസ്. ഇൻഷുറൻസ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ലോൺ അവൈലബിൾ ആണ്. ഓക്കെ, 7 ലക്ഷം രൂപ വരെ ലോൺ ചെയ്യും. ഓക്കെ, എത്ര ചോദിക്കുന്നത്? എത്രയാണ് ചോദിക്കുന്നത്? 7,90,000 ആണ് ചോദിക്കുന്ന വില. നമുക്ക് 7 ലക്ഷം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാം അല്ലേ? ഓക്കെ, നല്ല പക്കാ നീറ്റ് കണ്ടീഷൻ ആയിട്ടുള്ള ഒരു ഇന്റീരിയർ ആണ് കേട്ടോ. നമുക്കൊരു ഹാമാൻഡ് ഒരു ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ടച്ച് സ്ക്രീനിൻ്റെ അത്യാവശ്യം നല്ല നീറ്റാണ് കേട്ടോ ഇൻറ്റീരിയറൊക്കെ. അതുപോലെ തന്നെ നമുക്ക് സീറ്റ് കവർ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ തന്നെ നല്ല നീറ്റ് ആയിട്ടുള്ള സീറ്റ് കവർ കാര്യങ്ങളൊക്കെയാണ്. ഒരു ബ്ലാക്ക് കളറാണ്. അതുപോലെ തന്നെ ബാക്ക് സീറ്റ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ തന്നെ നല്ല നീറ്റാണ് കേട്ടോ. ഇന്റീരിയർ നല്ല പക്കാ നീറ്റ് കണ്ടീഷനാണ്. അടുത്തത് നമ്മൾ പരിചയപ്പെടുത്താൻ പോണത് നമ്മുടെ ഹോണ്ടയുടെ അമേസ് ആണ്. KL 07 രജിസ്ട്രേഷനാണ്. എറണാകുളം വണ്ടിയാണ്. ഇത് ഏത് മോഡലാണ് കേട്ടോ? 2014 മോഡൽ വണ്ടി അല്ലേ? എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട് വണ്ടി? 110.
ഓക്കെ. ഓണർഷിപ്പോ? ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് അല്ലേ? ഓക്കെ. ഇൻഷുറൻസ് കാര്യങ്ങളെല്ലാം ഉണ്ടോ? ഓക്കെ. എത്രയാണ് നിങ്ങൾ ചോദിക്കുന്ന വില? എത്രയാ ചോദിക്കുന്ന വില? 4,400. ഓക്കെ. ലോൺ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണോ? എത്ര രൂപ ഡൗൺ പേയ്മെന്റ് അടക്കേണ്ടി വരും നമുക്ക്? 75 രൂപ ഡൗൺ പേയ്മെന്റ് അടച്ചെടുക്കാം അല്ലേ? ഓക്കെ. ഒരു വൈറ്റ് കളർ അമേസ് ആണ്. നമുക്ക് എന്തായാലും ഇതിൻ്റെ ഇൻറ്റീരിയർ കാര്യങ്ങളൊക്കെ നോക്കാം. ടയർ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ തന്നെ നല്ല അടിപൊളി അലോയ്സ് ഒക്കെ വന്നിട്ടുണ്ട്. ടയർ കാര്യങ്ങൾ, ബാക്ക് ടയർ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു 50% ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട്. അമേസ് ഡീസലാണ് വരുന്നത്. അതുപോലെ തന്നെ ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇൻറ്റീരിയർ നോക്കുകയാണെങ്കിൽ ഇൻറ്റീരിയർ വലിയ കുഴപ്പമില്ലാത്ത ഇൻറ്റീരിയർ കാര്യങ്ങളാണ്. ഒരു ക്രീം കളർ സീറ്റ് കവർ കൂടിയിട്ടാണ് ഇൻറ്റീരിയർ വന്നേക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ആ ഒരു ആംബ്രസ്റ്റിൻ്റെ അവിടെ ആയിട്ട് നമുക്ക് ഒരു ചെറുതായിട്ട് അതിൻ്റെ ആ ഒരു ലെതർ പോയി തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ ഒരു എന്താ പറയുക, വലിയ ഒരു കുഴപ്പമില്ലാത്ത ഇൻറ്റീരിയർ കാര്യങ്ങളാണ് കേട്ടോ. നീറ്റായിട്ടുള്ളൊരു ഇൻറ്റീരിയർ കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കൊരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അടുത്തത് ഞാൻ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ മഹീന്ദ്രയുടെ സ്കോർപിയോ ആണ്. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് പറയാമോ കേട്ടോ? ഇത് 2006 സ്കോർപിയോ. ഓക്കെ. 2006 മോഡൽ സ്കോർപിയോ ആണ്. എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട് വണ്ടി? കിലോമീറ്റർ ഇപ്പോൾ 1.25 കിടക്കണം. ഓക്കെ. ഓടിയിട്ടുണ്ട് അല്ലേ? ഓക്കെ. ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ. ഓണർഷിപ്പോ? ഓണർഷിപ്പ് തേർഡ് ഓണർഷിപ്പ് അല്ലേ? ഓക്കെ. വില ഭാഗം വരുന്നത് 1.90 ആണ് ചോദിക്കുന്ന വില അല്ലേ? നമുക്ക് ഇതിന് എങ്ങനെ ലോൺ കാര്യങ്ങളൊക്കെ അവൈലബിൾ അല്ല അല്ലേ? ഓക്കെ. ഓക്കെ. ഡീസൽ വണ്ടിയാണ്. അതുപോലെ തന്നെ KL 07 രജിസ്ട്രേഷൻ BD അല്ലേ? അപ്പോൾ 2006 മോഡൽ വണ്ടി. ഓക്കെ. എറണാകുളം വണ്ടിയാണ്. പിന്നെ ബോഡി കാര്യങ്ങളൊക്കെ 2006 വണ്ടിയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ആ ഒരു കാലപ്പഴക്കം ശരിക്കും തോന്നിക്കുന്നില്ല. നല്ല നീറ്റായിട്ടാണ് വണ്ടി ഇപ്പോഴും ഇരിക്കുന്നത്. നമുക്ക് എന്തായാലും ഇതിൻ്റെ ഇൻറ്റീരിയർ എങ്ങനെയാണ് നമുക്ക് നോക്കാം. ടയർ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ തന്നെ ബാക്ക് ടയർ ഒരു 40% ആണ് ടയർ കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. നമുക്ക് എന്തായാലും ഇതിൻ്റെ ഇൻറ്റീരിയർ എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഇൻറ്റീരിയർ വലിയ കുഴപ്പമില്ലാത്ത ഇൻറ്റീരിയർ ആണ്. 2006 മോഡൽ വണ്ടിയാണല്ലോ. വലിയ കുഴപ്പമില്ലാത്ത ഇൻറ്റീരിയർ കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത്. അടുത്തത് നമ്മൾ വീണ്ടും മഹീന്ദ്രയുടെ സ്കോർപിയോ ആണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. KL 03 രജിസ്ട്രേഷൻ വണ്ടിയാണ്. ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് പറയാമോ കേട്ടോ? 2007 മോഡൽ സ്കോർപിയോ അല്ലേ? ഓക്കെ. എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? ഓക്കെ. 1.30 വണ്ടി ഓടിയിട്ടുണ്ട്. ഓണർഷിപ്പ് എങ്ങനെയാ? സെക്കൻഡ് ഓണർഷിപ്പ് അല്ലേ? ഓക്കെ. പുതിയ പേപ്പർ. ഓക്കെ. പേപ്പർ ഉണ്ടല്ലേ? ഓക്കെ. 2027 വരെ നമുക്ക് ഈ ഒരു വണ്ടിക്ക് പേപ്പർ കാര്യങ്ങളൊക്കെ ഉണ്ട്. ടെസ്റ്റ് കഴിഞ്ഞിരിക്കുകയാണ്. എത്രയാണ് നിങ്ങൾ ചോദിക്കുന്ന വില? എത്രയാ? ഓക്കെ. 2.4 ചോദിക്കുന്നത്. ഫിനാൻസ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് നമുക്കിതിന്? അല്ലല്ലേ? ഓക്കെ. 2007 മോഡൽ വണ്ടി. 2007 മോഡൽ ആയതുകൊണ്ട് നമുക്ക് ഫിനാൻസ് കാര്യങ്ങളൊന്നും അവൈലബിൾ അല്ല. നമുക്ക് എന്തായാലും ഇന്ന ഇൻറ്റീരിയർ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ടയേഴ്സ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്കൊരു 60% ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട്. ബാക്ക് ടയറും അതുപോലെ തന്നെ ഫ്രണ്ട് ടയറും നോക്കുകയാണെങ്കിൽ നമുക്ക് എന്തായാലും ഇനി ഇതിൻ്റെ ഇൻറ്റീരിയർ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇൻറ്റീരിയർ 2007 മോഡൽ വണ്ടിയാണ്. ആ ഒരു കാലപ്പഴക്കം നമുക്ക് ശരിക്കും തോന്നിക്കുന്നില്ല. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ആ ഒരു ഡോറിൻ്റെ അവിടെ ആയിട്ടും അതുപോലെ തന്നെ റൂഫിൻ്റെ ഈ ഒരു സൈഡിലൊക്കെ ആയിട്ട് നമുക്ക് ചെറുതായിട്ടുള്ളൊരു എന്താ പറയുക, ആ ഒരു കാലപ്പഴക്കം നമുക്ക് കുറച്ച് തോന്നിക്കുന്നുണ്ട്. പക്ഷേ സീറ്റ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ലാത്ത പോലെയാണ്. ഒരു ബ്ലാക്ക് കളർ സീറ്റ് കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത്. അടുത്തത് ഞാൻ കാണിക്കാൻ പോണത് നമ്മുടെ ഹുണ്ടായുടെ i20 ആണ്. 3ാമത്തെ i20 ആണ് കേട്ടോ നമ്മളിപ്പോൾ കാണിക്കുന്നത്. ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് പറയാം കേട്ടോ. ഇത് 2014 മോഡല്, രണ്ടാമത്തെ ഓണർഷിപ്പ്. ഓക്കെ. 57,000 കിലോമീറ്റർ ഓടിയുണ്ട്. സ്പോർട്സ് വേരിയന്റ് ആണ്. ഓക്കെ. ഡീസലാണ് വണ്ടി അല്ലേ? ഓക്കെ. അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ടയർ ഉണ്ട്. ടയർ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ഒരു 60% ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട്. എത്രയാണ് നിങ്ങൾ ചോദിക്കുന്ന വില? എത്രയാണ് വണ്ടിക്ക് ചോദിക്കുന്ന വില? 3,80,000 ആണ് ചോദിക്കുന്ന വില അല്ലേ? ഇനി ലോൺ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പൊ എത്ര രൂപ വരെ നമുക്ക് ഡൗൺ പേയ്മെന്റ് വണ്ടി ഇറക്കാം അല്ലേ? ഓക്കെ. ഓക്കെ. ഇനിയിപ്പോൾ നമ്മൾ ഇതിന്റെ ഇന്റീരിയർ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല ക്വാളിറ്റിയോട് കൂടിയിട്ടുള്ള ഒരു ഇന്റീരിയർ കാര്യങ്ങളൊക്കെ കേട്ടോ. നല്ല സീറ്റൊക്കെ നല്ല പക്കാ നീറ്റായിട്ടുള്ള സീറ്റ് കാര്യങ്ങളൊക്കെയാണ്. നല്ല നീറ്റാണ് കേട്ടോ ഇന്റീരിയർ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ. അടുത്തത് ഞാൻ പരിചയപ്പെടുത്താൻ പോണത് നമ്മുടെ ഹുണ്ടായുടെ തന്നെ ഇയോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കുഞ്ഞു വണ്ടിയാണ്. നമ്മുടെ ഫാമിലി യൂസിനൊക്കെ പറ്റിയിട്ടായിട്ടുള്ള ഒരു കുഞ്ഞു വണ്ടിയാണ്. ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് പറയാമോ? 2013 മോഡല്,
85,000 കിലോമീറ്റർ ഓടിയേക്കണം. ഓക്കെ. രണ്ടാമത്തെ ഓണർഷിപ്പിൽ നിൽക്കണം. ആ, ഇതൊരു പെട്രോൾ വേരിയന്റ് വണ്ടിയാണ്. ആ, മാഗ്ന ഓപ്ഷനാണ്. ഓക്കെ ഓക്കെ. രണ്ടും പവറിന്റെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടല്ലേ. ഓക്കെ. എത്രയാണ് ചോദിക്കുന്ന വില? എത്രയാ? വില 1.85. ഓക്കെ. ഫിനാൻസ് കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണോ? എത്ര രൂപ വെച്ച് നമുക്ക് ഡൗൺ പേയ്മെന്റ് അടക്കേണ്ടി വരും? നമുക്ക് ഇതൊരു 50 രൂപ അടച്ചാൽ മതി അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. KL 57 രജിസ്ട്രേഷൻ വണ്ടിയാണ്. ഒരു വൈറ്റ് കളർ ഇയോൺ ആണ്. ഇനിയിപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇൻറ്റീരിയർ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല നീറ്റായിട്ടുള്ളൊരു ഇൻറ്റീരിയർ കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത്. സീറ്റ് കവറൊക്കെ ആണെങ്കിൽ തന്നെ നീറ്റായിട്ടുള്ളൊരു സീറ്റ് കവർ കാര്യങ്ങളൊക്കെയാണ്. ഒരു ബ്ലാക്ക് കളറ് നല്ല അത്യാവശ്യം നല്ല നീറ്റായിട്ടുള്ളൊരു ഇൻറ്റീരിയറാണ് കേട്ടോ വന്നിരിക്കുന്നത്. അടുത്തത് ഞാൻ പരിചയപ്പെടുത്താൻ പോണത് വീണ്ടും ഒരു ഫോർഡാണ്. ഫോർഡിൻ്റെ എക്കോ സ്പോർട്ടാണ്. KL 07 രജിസ്ട്രേഷൻ വണ്ടിയാണ്. ഇത് ഏത് മോഡൽ വണ്ടിയാണ് കേട്ടോ? ഇത് 2013 മോഡൽ എക്കോ സ്പോർട്ടാണ്. എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട് വണ്ടി? 1.50 അല്ലേ? ഓണർഷിപ്പ് ഏതാണ്? സെക്കൻഡ് ഓണർഷിപ്പ്. ആ ആ ഓക്കെ. ആ ഓക്കെ. ആ ഓക്കെ. എത്രയാണ് നിങ്ങൾ ചോദിക്കുന്ന വില? 3.85. ഫിനാൻസ് കാര്യങ്ങളാണോ? ഓക്കെ. എത്ര രൂപ വരെ നമുക്ക് ഡൗൺ പേയ്മെന്റ് അടച്ചെടുക്കാം? ലോങ് കിട്ടും അല്ലേ? ഓക്കെ ഓക്കെ. അത്യാവശ്യം നല്ല നീറ്റായിട്ടുള്ളൊരു വണ്ടി തന്നെ കേട്ടോ. വലിയ സ്ക്രാച്ചസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല വണ്ടിയിൽ. നമുക്ക് എന്തായാലും ഇനി ഇതിൻ്റെ ഇൻറ്റീരിയർ എങ്ങനെ നമുക്ക് നോക്കാം. ഇനിയിപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇൻറ്റീരിയർ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ തന്നെ ഒരു ബ്ലാക്ക് കളർ ഇൻറ്റീരിയർ സീറ്റ് കവർ കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത്. പിന്നെ ഈ ഒരു എന്താ പറയുക, നമ്മുടെ ഡ്രൈവർ ഇരിക്കുന്ന ആ ഒരു പോർഷനിലെ സീറ്റ് കവർ കുറച്ച് അതിൻ്റെ ലെതറൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ട്. വേറെ എന്താ പറയുക, ഇൻറ്റീരിയർ നോക്കുകയാണെങ്കിൽ തന്നെ വേറെ എന്താ പറയുക നീറ്റായിട്ട് തന്നെയാണ്. വേറെ കുഴപ്പങ്ങളോ തന്നെ ഒന്നും തന്നെ ഇല്ല. നല്ല നീറ്റായിട്ട് തന്നെയാണ് വണ്ടിയുടെ ഇൻറ്റീരിയർ ഇരിക്കുന്നത്. ബാക്കിലായിട്ട് നമുക്കൊരു സ്റ്റെപ്പിന് വരുന്നുണ്ട്. നല്ല പുത്തൻ ടയറാണ് കേട്ടോ സ്റ്റെപ്പിന് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ടയർ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ബാക്ക് ടയർ കുറച്ച് മോശമാണ് കേട്ടോ. ഒരു 30% 40% ഉണ്ടാവുള്ളൂ ടയർ, ബാക്ക് ടയർ. അടുത്തത് നമ്മൾ ലാസ്റ്റായിട്ട് പരിചയപ്പെടുത്തുന്നത് നമ്മുടെ മാരുതി സുസുക്കിയുടെ സ്വിഫ്റ്റ് ആണ്. ഒരു ഫാൻസി നമ്പറൊക്കെ വരുന്നുണ്ട് 4005 എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതിൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് ഇത് ഏത് മോഡലാണ്? 2012 മോഡൽ അല്ലേ? ആ 1.15. ഓക്കെ. ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ ഓക്കെ. എത്രയാണ് നിങ്ങൾ ചോദിക്കുന്ന വില? എത്രയാണ്? 3.50 അല്ലേ? എടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ ടയർ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ തന്നെ ഫ്രണ്ടും അതുപോലെ തന്നെ ബാക്ക് നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിലൊരു 60 അല്ല ഒരു 50% ഉണ്ടാവും. ബാക്കിൽ ഒരു 40% ടയർ ബാക്കിൽ ഉണ്ടാവുള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും ഇതിൻ്റെ ഇൻറ്റീരിയർ എങ്ങനെ നമുക്ക് നോക്കാം. ഇനിയിപ്പോൾ നമ്മളിതിൻ്റെ ഇൻറ്റീരിയർ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ തന്നെ വലിയ കുഴപ്പമില്ലാത്ത ഇൻറ്റീരിയർ കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത്. നമുക്ക് അവിടെ ആ ഒരു ഡ്രൈവർ ഇരിക്കുന്ന ആ ഒരു സ്ഥലത്ത് സീറ്റ് കവർ കുറച്ചൊന്ന് കീറിയിട്ടുണ്ട് കേട്ടോ. വേറെ കുഴപ്പമൊന്നുമില്ല. വണ്ടിയുടെ അകത്ത് ഇൻറ്റീരിയർ കാര്യങ്ങളൊക്കെ നല്ല നീറ്റാണ്. ബ്ലാക്ക് കളർ സീറ്റ് കവറൊക്കെ കേട്ടോ വന്നിരിക്കുന്നത്. ഗൈസ്, അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഈ ഒരു ഷോറൂമിൻ്റെ ഡീറ്റെയിൽസും കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും എൻക്വയറീസ് ഉണ്ടെങ്കിൽ അതിലേക്കൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഇറ്റ്സ് മീ ലിച്ചസ് കൊച്ചിക്കാരി ചൈതി. ബൈ.